ഭരണഘടനയുടെ 15ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണഘടനയുടെ യൂണിയനും ഭൂപ്രദേശവും എന്ന ഭാഗം ഏതാണ്? ഭരണഘടനയുടെ യൂണിയനും ഭൂപ്രദേശങ്ങളും എന്ന ഭാഗം ഏതാണ്? ശരിയായ ഉത്തരം ഭാഗം 1 ആർട്ടിക്കിൾ 1 to 4. ഭാഗം 1 ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ഭരണഘടനയുടെ യൂണിയനും ഭൂപ്രദേശങ്ങളും എന്ന ഭാഗം ഏതാണ്? ഭാഗം 1 ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ഭരണഘടനയുടെ യൂണിയനും ഭൂപ്രദേശങ്ങളും എന്ന ഭാഗം 1 ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ആർട്ടിക്കിൾ 1 യൂണിയൻ്റെ പേരും ഭൂപ്രദേശവും. ആർട്ടിക്കിൾ 2 പുതിയ സംസ്ഥാനങ്ങളെ ചേർക്കലും സ്ഥാപിക്കലും. ആർട്ടിക്കിൾ 3 പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തി പേരുമാറ്റലും. ആർട്ടിക്കിൾ 4 2, 3 പ്രകാരമുള്ള നിയമങ്ങൾ. ആർട്ടിക്കിൾ 4 ആർട്ടിക്കിൾ 2, 3 പ്രകാരമുള്ള നിയമങ്ങൾ. ഭരണഘടനയുടെ യൂണിയനും ഭൂപ്രദേശങ്ങളും എന്ന ഭാഗം ഏതാണ്? ഭാഗം 1 ആർട്ടിക്കിൾ 1 to 4. ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യയെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യൻ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ശരിയായ ഉത്തരം KC വെയർ. ഇന്ത്യൻ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് KC വെയർ. ഇന്ത്യൻ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് KC വെയർ. ഇന്ത്യൻ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് KC വെയർ. പുതിയ സംസ്ഥാന രൂപീകരണത്തിനും നിലവിലുള്ള സംസ്ഥാനത്തിൻ്റെ പേര് അതിർത്തി മാറ്റത്തിനും അധികാരമുള്ളത് ആർക്ക്? പുതിയ സംസ്ഥാന രൂപീകരണത്തിനും നിലവിലുള്ള സംസ്ഥാനത്തിൻ്റെ പേര് അതിർത്തി മാറ്റത്തിനും അധികാരമുള്ളത് ആർക്ക്? ശരിയായ ഉത്തരം പാർലമെൻറ്റിന്. ആർട്ടിക്കിൾ 3 പ്രകാരം പുതിയ സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനും നിലവിലുള്ള സംസ്ഥാനത്തിൻ്റെ പേര് അതിർത്തി മാറ്റത്തിനും അധികാരമുള്ളത് പാർലമെൻറ്റിന്. ആർട്ടിക്കിൾ 3 പ്രകാരം പുതിയ സംസ്ഥാന രൂപീകരണത്തിനും നിലവിലുള്ള സംസ്ഥാനത്തിൻ്റെ പേര് അതിർത്തി മാറ്റത്തിനും അധികാരമുള്ളത് പാർലമെൻറ്റിന്. ആർട്ടിക്കിൾ 3 പ്രകാരം. ഇതിനായി രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ വേണം. രാഷ്ട്രപതി ആ ബിൽ ബന്ധപ്പെട്ട സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായത്തിനായി അയക്കും. എന്നാൽ ആ അഭിപ്രായം പാർലമെൻറ്റിന് ബാധകമല്ല. ഇതിനായി രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ വേണം. രാഷ്ട്രപതി ആ ബിൽ ബന്ധപ്പെട്ട സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായത്തിനായി അയക്കും. എന്നാൽ ആ അഭിപ്രായം പാർലമെൻറ്റിന് ബാധകമല്ല. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഭൂപ്രദേശിക സമഗ്രതയിൽ അവകാശമില്ല. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഭൂപ്രദേശിക സമഗ്രതയിൽ ടെറിട്ടോറിയൽ ഇൻ്റഗ്രിറ്റിയിൽ അവകാശമില്ല. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഭൂപ്രദേശിക സമഗ്രതയിൽ അവകാശമില്ല. പുതിയ സംസ്ഥാന രൂപീകരണത്തിനും നിലവിലുള്ള സംസ്ഥാനത്തിൻ്റെ പേര് അതിർത്തി മാറ്റത്തിനും അധികാരമുള്ളത് പാർലമെൻറ്റിന്. ആർട്ടിക്കിൾ 3 പ്രകാരം. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ശരിയായ ഉത്തരം അനുച്ഛേദം 3. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 3. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 3. ആർട്ടിക്കിൾ 3 പ്രകാരം സംസ്ഥാനം രൂപീകരിക്കാൻ പാർലമെൻറ്റിൽ എന്ത് ഭൂരിപക്ഷമാണ് വേണ്ടത്? ആർട്ടിക്കിൾ 3 പ്രകാരം പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ പാർലമെൻറ്റിൽ എന്ത് ഭൂരിപക്ഷമാണ് വേണ്ടത്? ശരിയായ ഉത്തരം കേവല ഭൂരിപക്ഷം, സിമ്പിൾ മെജോറിറ്റി. ആർട്ടിക്കിൾ 3 പ്രകാരം പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ പാർലമെൻറ്റിൽ എന്ത് ഭൂരിപക്ഷമാണ് വേണ്ടത്? കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി. ആർട്ടിക്കിൾ 3 പ്രകാരം പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ പാർലമെൻറ്റിൽ എന്ത് ഭൂരിപക്ഷമാണ് വേണ്ടത്? കേവല ഭൂരിപക്ഷം. കേവല ഭൂരിപക്ഷം എന്നാൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരിൽ 50% കൂടുതൽ. കേവല ഭൂരിപക്ഷം എന്നാൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരിൽ 50% കൂടുതലാണ് കേവല ഭൂരിപക്ഷം. പ്രത്യേക ഭൂരിപക്ഷം അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണ്ടത് ഭരണഘടനാ ഭേദഗതിക്കാണ്. ആർട്ടിക്കിൾ 368 പ്രകാരം പുതിയ സംസ്ഥാന രൂപീകരണത്തിനല്ല. പ്രത്യേക ഭൂരിപക്ഷം അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണ്ടത് ഭരണഘടനാ ഭേദഗതിക്കാണ്. ആർട്ടിക്കിൾ 368 പ്രകാരം പുതിയ സംസ്ഥാന രൂപീകരണത്തിനല്ല.
ആർട്ടിക്കിൾ 3 പ്രകാരം പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ പാർലമെൻറ്റിൽ എന്ത് ഭൂരിപക്ഷമാണ് വേണ്ടത്? കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ മജോറിറ്റി. കേവല ഭൂരിപക്ഷം എന്നാൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരിൽ 50% കൂടുതൽ. ഇന്ത്യൻ ഭൂപ്രദേശം വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ ഭരണഘടനാ ഭേദഗതി വേണമെന്ന് വിധിച്ച കേസ്. ഇന്ത്യൻ ഭൂപ്രദേശം വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ ഭരണഘടനാ ഭേദഗതി വേണമെന്ന് വിധിച്ച കേസ്. പേറുബാറി യൂണിയൻ കേസ് 1960. ഇന്ത്യൻ ഭൂപ്രദേശം വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ ഭരണഘടനാ ഭേദഗതി വേണമെന്ന് വിധിച്ച കേസ് പേറുബാറി യൂണിയൻ കേസ് 1960. ഇന്ത്യൻ ഭൂപ്രദേശം വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ ഭരണഘടനാ ഭേദഗതി വേണമെന്ന് വിധിച്ച കേസാണ് പേറുബാറി യൂണിയൻ കേസ് 1960. പേറുബാറി പ്രദേശം പാകിസ്ഥാന് കൈമാറാനുള്ള നെഹ്റു ന്യൂൺ കരാറാണ്. പേറുബാറി പ്രദേശം പാകിസ്ഥാന് കൈമാറാനുള്ള നെഹ്റു ന്യൂൺ കരാർ. ആർട്ടിക്കിൾ 3 പ്രകാരമുള്ള പാർലമെൻറ്റ് നിയമം പോരാ. ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി വേണം. ഫലം ഇതിനായി 9ാം ഭരണഘടനാ ഭേദഗതി 1960 കൊണ്ടുവന്നു. ഫലം ഇതിനായി 9ാം ഭരണഘടനാ ഭേദഗതി 1960 കൊണ്ടുവന്നു. ഇന്ത്യൻ ഭൂപ്രദേശം വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ ഭരണഘടനാ ഭേദഗതി വേണമെന്ന് വിധിച്ച കേസാണ് പേറുബാറി യൂണിയൻ കേസ് 1960. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാറുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏത്? ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാറുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏത്? 100ാം ഭേദഗതി 2015. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാറുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 100ാം ഭേദഗതി 2015. 4 സംസ്ഥാനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടു. ആസാം, മേഘാലയ, ത്രിപുര, പശ്ചിമ ബംഗാൾ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാറിൽ 4 സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടു. ആസാം, മേഘാലയ, ത്രിപുര, പശ്ചിമ ബംഗാൾ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാറുമായി ബന്ധപ്പെട്ട് 4 സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടു. ആസാം, മേഘാലയ, ത്രിപുര, പശ്ചിമ ബംഗാൾ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാറുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 100ാം ഭേദഗതി 2015. ഇന്ത്യ 111 എൻക്ലേവ്സ് ബംഗ്ലാദേശിന് നൽകി. 51 എൻക്ലേവ്സ് തിരികെ വാങ്ങി. ഇത് ആർട്ടിക്കിൾ 1നെ ബാധിക്കുന്ന ഭേദഗതിയാണ്. ആർട്ടിക്കിൾ 1നെ ബാധിക്കുന്ന ഭേദഗതിയാണ്. ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യകൾ രൂപീകരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം ഏത്? ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യകൾ രൂപീകരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം ഏത്? ശരിയായ ഉത്തരം നാഗ്പൂർ സമ്മേളനം 1920. ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യകൾ രൂപീകരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം നാഗ്പൂർ സമ്മേളനം 1920. നാഗ്പൂർ 1920 കോൺഗ്രസിനെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചു. 21 ഭാഷാ പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റികൾ. 21 ഭാഷാ പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റികളാണ് കോൺഗ്രസിനെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചത്. ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യകൾ രൂപീകരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം നാഗ്പൂർ സമ്മേളനം 1920. ഇത് പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിൽ ഭാഷാ സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായി. സ്വതന്ത്ര ഇന്ത്യയിൽ ഭാഷാ സംസ്ഥാന രൂപീകരണത്തിന് അടിസ്ഥാനമായി. ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യകൾ രൂപീകരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം നാഗ്പൂർ സമ്മേളനം 1920. 1948 നിയമിതമായ ധർ കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? 1948 നിയമിതമായ ധർ കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? അധ്യക്ഷൻ SK ധർ. 1948 നിയമിതമായ ധർ കമ്മീഷന്റെ അധ്യക്ഷൻ SK ധർ ആണ്. ധർ കമ്മീഷൻ 1948 അധ്യക്ഷൻ SK ധർ ശുപാർശ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനർവിഭജനം ഭരണപരമായി ശരിയല്ലെന്ന് പറഞ്ഞു തള്ളി. 1948 നിയമിതമായ ധർ കമ്മീഷന്റെ അധ്യക്ഷൻ SK ധർ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനർവിഭജനം ഭരണപരമായി ശരിയല്ലെന്ന് പറഞ്ഞു തള്ളി. JVP കമ്മിറ്റി 1948 ഡിസംബർ. അംഗങ്ങൾ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ധർ കമ്മീഷൻ റിപ്പോർട്ടിനെ ശരിവെച്ചു. JVP കമ്മീഷൻ എന്നാൽ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ധർ കമ്മീഷൻ റിപ്പോർട്ടിനെ ശരിവെച്ചു. ഫസൽ അലി കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. ഇതിൻ്റെ ശുപാർശ പ്രകാരമാണ് 1956 സംസ്ഥാന പുനർവിഭജന നിയമം വന്നത്. ഫസൽ അലി കമ്മീഷൻ 1953 അധ്യക്ഷൻ ഫസൽ അലി. ഇതിൻ്റെ ശുപാർശ പ്രകാരമാണ് 1956 സംസ്ഥാന പുനർവിഭജന നിയമം വന്നത്. ധർ കമ്മീഷന്റെ അധ്യക്ഷൻ SK ധർ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനർവിഭജനം ഭരണപരമായി ശരിയല്ലെന്ന് പറഞ്ഞു തള്ളിയത് SK ധർ കമ്മീഷനാണ്. JVP കമ്മിറ്റി അംഗങ്ങൾ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ധർ കമ്മീഷൻ റിപ്പോർട്ടിനെ ശരിവെച്ചു.
പിന്നീട് വന്നത് ഫസൽ അലി കമ്മീഷൻ, അധ്യക്ഷൻ ഫസൽ അലി. ഇതിൻ്റെ ശുപാർശ പ്രകാരമാണ് 1956 സംസ്ഥാന പുനർവിഭജന നിയമം വന്നത്. JVP കമ്മിറ്റിയിലെ അംഗങ്ങൾ അല്ലാത്തത് ആര്? ശരിയായ ഉത്തരം SK ദർ. അദ്ദേഹം ദർ കമ്മീഷൻ അധ്യക്ഷനാണ്, JVP അംഗമല്ല. JVP കമ്മിറ്റിയും ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തെ അന്ന് നിരസിച്ചു. ഭാഷയേക്കാൾ രാജ്യത്തിൻ്റെ സുരക്ഷ, ഐക്യം, സാമ്പത്തിക ഭദ്രത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് വാദിച്ചു, ദർ കമ്മിറ്റിയെ പോലെ തന്നെ. പക്ഷേ ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടിയുള്ള പോറ്റി ശ്രീരാമലുവിൻ്റെ 58 ദിവസത്തെ നിരാഹാര സമരവും മരണവും 1952 ഡിസംബർ 15 തുടർന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് മാറ്റിയത്. പക്ഷേ ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടിയുള്ള പോറ്റി ശ്രീരാമലുവിൻ്റെ 58 ദിവസത്തെ നിരാഹാര സമരവും മരണവും 1952 ഡിസംബർ 15 തുടർന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് മാറ്റിയത്. സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ SRC നിലവിൽ വന്ന വർഷം. സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ശരിയായ ഉത്തരം 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953. അധ്യക്ഷൻ ഫസൽ അലി, അതിനാൽ ഫസൽ അലി കമ്മീഷൻ എന്നും പറയും. മറ്റ് അംഗങ്ങൾ KM പണിക്കർ, HN കുൻസ്രു ആണ്. ആണ്. റിപ്പോർട്ട് സമർപ്പിച്ചത് 1955 സെപ്റ്റംബർ 30 റിപ്പോർട്ട് സമർപ്പിച്ചത് 1955 സെപ്റ്റംബർ 30 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. മറ്റ് അംഗങ്ങൾ KM പണിക്കറും HN കുൻസ്രു ആണ്. ആണെന്ന് ഓർമ്മിക്കുക. ഫസൽ അലി റിപ്പോർട്ട് സമർപ്പിച്ചത് 1955 സെപ്റ്റംബർ 30 ഫസൽ അലി റിപ്പോർട്ട് സമർപ്പിച്ചത് 1955 സെപ്റ്റംബർ 30 റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 പാസാക്കി. ഫസൽ അലി റിപ്പോർട്ട് സമർപ്പിച്ചത് 1955 സെപ്റ്റംബർ 30 റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 പാസാക്കി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953. പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953 ഓർമ്മിക്കുക. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ മറ്റൊരു പേര് ഫസൽ അലി കമ്മീഷനാണ്. അതിലെ മറ്റ് അംഗങ്ങൾ KM പണിക്കറും HN കുൻസ്രു ആണ്. റിപ്പോർട്ട് സമർപ്പിച്ചത് 1955 സെപ്റ്റംബർ 30 ഓർമ്മിക്കുക. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 പാസാക്കിയതെന്ന് ഓർമ്മിക്കുക. താഴെ പറയുന്നവരിൽ JVP കമ്മിറ്റി ആരൊക്കെയാണ്? 1, 2, 3 മാത്രം, 1, 2, 4 മാത്രം, എല്ലാവരും. 1, 2 മാത്രം. ശരിയായ ഉത്തരം 1, 2, 3 മാത്രം. താഴെ പറയുന്നവരിൽ JVP കമ്മിറ്റി ആരൊക്കെയാണ്? 1, 2, 3 ജവഹർലാൽ നെഹ്റു J, വല്ലഭായ് പട്ടേൽ V, പട്ടാഭി സീതാരാമയ്യ P. അങ്ങനെയാണ് JVP. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. 1956 നവംബർ 1 ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി പുനഃസംഘടിപ്പിച്ചു. 1956 നവംബർ 1 ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി പുനഃസംഘടിപ്പിച്ചു. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയ വർഷം 1956. ഈ നിയമപ്രകാരം കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ 1956 നവംബർ 1 നിലവിൽ വന്നു. ഇതിനുശേഷം പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ഒടുവിൽ തെലങ്കാന 2014 ജൂൺ 2 തെലങ്കാന വന്നത്. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയ വർഷം 1956. അതുപ്രകാരം 1956 നവംബർ 1 ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ആയി പുനഃസംഘടിപ്പിച്ചു എന്ന് ഓർമ്മിക്കുക. ഈ നിയമപ്രകാരം രൂപീകരിച്ച കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ 1956 നവംബർ 1 നിലവിൽ വന്നു. ഇതിനുശേഷവും പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ഒടുവിൽ വന്നത് തെലങ്കാന 2014 ജൂൺ 2 ഓർമ്മിക്കുക. ഫസൽ അലി കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെ? ശരിയാത്തരം KM പണിക്കറും HN കുൻസ്രുവും. ഫസൽ അലി കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെ? KM പണിക്കറും HN കുൻസ്രുവും. താഴെ പറയുന്നവരിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര്? ശരിയാത്തരം പോറ്റി ശ്രീരാമലു. SRC അംഗങ്ങളെ ഓർമ്മിക്കാൻ FKH. F ഫസൽ അലി, KM പണിക്കർ, H HN കുൻസ്രു. 1956 സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടായിരുന്നു? 1956 സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടായിരുന്നു?
ശരിയായ ഉത്തരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശവും. 1956 സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവും ഉണ്ടായിരുന്നു ചോദിച്ചാൽ 14 സംസ്ഥാനവും 6 കേന്ദ്രഭരണ പ്രദേശവും. 14 സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, ആസാം, ബീഹാർ, ബോംബെ, ജമ്മു കാശ്മീർ, കേരളം, മധ്യപ്രദേശ്, മദ്രാസ്, മൈസൂർ, ഒറീസ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ. ഇവയാണ് 14 സംസ്ഥാനങ്ങൾ. ആന്ധ്രാപ്രദേശ്, ആസാം, ബീഹാർ, ബോംബെ, ജമ്മു കാശ്മീർ, കേരളം, മധ്യപ്രദേശ്, മദ്രാസ്, മൈസൂർ, ഒറീസ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ. 14 സംസ്ഥാനങ്ങൾ. 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹി, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര, അന്തമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്. 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹി, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര, അന്തമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്. ഇപ്പോൾ 2026 28 സംസ്ഥാനവും 8 കേന്ദ്രഭരണ പ്രദേശവുമാണെന്ന് ഓർമ്മിക്കുക. ഇപ്പോൾ 2026 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണെന്ന് ഓർമ്മിക്കുക. 1956 സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവും ഉണ്ടായിരുന്നു ചോദിച്ചാൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശവുമാണ്. അതിൽ 14 സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, ആസാം, ബീഹാർ, ബോംബെ, ജമ്മു കാശ്മീർ, കേരളം, മധ്യപ്രദേശ്, മദ്രാസ്, മൈസൂർ, ഒറീസ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ. ഇങ്ങനെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഡൽഹി, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര, അന്തമാൻ നിക്കോബാർ ദ്വീപ്, ലക്ഷദ്വീപ്. ഇപ്പോൾ 2026 28 സംസ്ഥാനവും 8 കേന്ദ്രഭരണ പ്രദേശവും. ഇപ്പോൾ 2026 28 സംസ്ഥാനവും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആന്ധ്ര സംസ്ഥാനം 1953. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനം 1953. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആന്ധ്ര സംസ്ഥാനം 1953. ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത് 1953 ഒക്ടോബർ 1 തലസ്ഥാനം കർണൂലാണ്. ആന്ധ്ര സംസ്ഥാനം 1953 ഒക്ടോബർ 1 രൂപീകരിച്ചത്. തലസ്ഥാനം കർണൂലാണ്. ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത് 1953 ഒക്ടോബർ 1 തലസ്ഥാനം കർണൂൽ ആണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത് 1953 ഒക്ടോബർ 1 സംസ്ഥാനം കർണൂലാണ്. ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച് മരിച്ച വ്യക്തി പോറ്റി ശ്രീരാമലു. ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച് മരിച്ച വ്യക്തി പോറ്റി ശ്രീരാമലു. മരണത്തെ തുടർന്ന് കേന്ദ്രം വഴങ്ങി 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. സ്വതന്ത്ര ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം. ഇന്ത്യയിലെ 15ാം സംസ്ഥാനം ഏത്? ഗുജറാത്ത്. ഇന്ത്യയിലെ 15ാം സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിലെ 15ാമത്തെ സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനം ഏത്? ഗോവ 1987. ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനം ഗോവ 1987. 1987 ഫെബ്രുവരി 20 അരുണാചൽ പ്രദേശ് 24, മിസോറാം 23 ആയി. ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനം ഗോവയാണ്. 1987. ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനം ഗോവയാണ്. 1987. 1987 ഫെബ്രുവരി 20 അരുണാചൽ പ്രദേശ് 24ാമത്തെ സംസ്ഥാനമായി, മിസോറാം 23ാമത്തെ സംസ്ഥാനമായി. പിന്നീട് 1987 മെയ് 30 ഗോവ 25ാമത്തെ സംസ്ഥാനമായി. 22ാമത്തെ സംസ്ഥാനം സിക്കിം, 23 മിസോറാം, 24 അരുണാചൽ പ്രദേശ്, 25 ഗോവ. 22ാമത്തെ സംസ്ഥാനം സിക്കിം, 23 മിസോറാം. 22ാമത്തെ സംസ്ഥാനം സിക്കിം 1975, 23ാമത്തെ സംസ്ഥാനം മിസോറാം 1987, 24ാമത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് 1987 തന്നെ, 25ാമത്തെ സംസ്ഥാനം ഗോവ 1987 തന്നെ. 26ാമത്തെ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. 26ാമത്തെ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. 27ാമത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ് 2000 നവംബർ 9, പഴയ പേര് ഉത്തരാഞ്ചൽ. 28ാമത്തെ സംസ്ഥാനം ജാർഖണ്ഡ് 2000 നവംബർ 15. ഇന്ത്യയുടെ 29ാമത്തെ സംസ്ഥാനം തെലങ്കാന 2014 ജൂൺ 2. 2014 ജൂൺ 2 29ാമത്തെ സംസ്ഥാനം തെലങ്കാന വന്നു. ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി BN ശ്രീകൃഷ്ണ കമ്മീഷൻ. ശ്രീകൃഷ്ണ കമ്മീഷൻ നിലവിൽ വന്നത് 2010 ഫെബ്രുവരി 3. ശ്രീകൃഷ്ണ കമ്മീഷൻ നിലവിൽ വന്നത് 2010 ഫെബ്രുവരി 3. അധ്യക്ഷൻ ജസ്റ്റിസ് BN കൃഷ്ണയാണ്. ഓർമ്മിക്കുക.
തെലങ്കാനയുടെ രൂപീകരണത്തോടെ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ഹൈദരാബാദ് പിന്നീട് അമരാവതി ആയി മാറി. തെലങ്കാനയുടെ രൂപീകരണത്തോടെ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ഹൈദരാബാദായിരുന്നു, പിന്നീട് അമരാവതി ആയി മാറി. ഇന്ത്യയുടെ 25ാമത്തെ സംസ്ഥാനം ഗോവയാണ്, 1987 22ാമത്തെ സംസ്ഥാനം സിക്കിം 1975 22ാമത്തെ സംസ്ഥാനം സിക്കിം 1975 23ാമത് മിസോറാം 1987 23ാമത്തെ സംസ്ഥാനം മിസോറാം 1987 24ാമത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് 1987 25ാമത്തെ സംസ്ഥാനം ഗോവ 1987 22ാമത്തെ സംസ്ഥാനം സിക്കിം 1975 23ാമത്തെ സംസ്ഥാനം മിസോറാം 1987 24ാമത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് 1987 25ാമത്തെ സംസ്ഥാനം ഗോവ 1987 26ാമത്തെ സംസ്ഥാനം ഛത്തീസ്ഗഡ് 2000 നവംബർ 1 26ാം സംസ്ഥാനം ഛത്തീസ്ഗഡ് 2000 നവംബർ 1 27ാം സംസ്ഥാനം ഉത്തരാഖണ്ഡ് 2000 നവംബർ 9 പഴയ പേര് ഉത്തരാഞ്ചലായിരുന്നു. 27ാം സംസ്ഥാനം ഉത്തരാഖണ്ഡ് 2000 നവംബർ 9 പഴയ പേര് ഉത്തരാഞ്ചലാണെന്ന് ഓർമ്മിക്കുക. 28ാമത്തെ സംസ്ഥാനം ജാർഖണ്ഡ് 2000 നവംബർ 15 28ാമത്തെ സംസ്ഥാനം ജാർഖണ്ഡ് 2000 നവംബർ 15 ഇന്ത്യയുടെ 29ാമത്തെ സംസ്ഥാനം തെലങ്കാന 2014 ജൂൺ 2 ഇന്ത്യയുടെ 29ാമത്തെ സംസ്ഥാനം തെലങ്കാന 2014 ജൂൺ 2 ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് തെലങ്കാന രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി BN ശ്രീകൃഷ്ണ കമ്മീഷനാണ്. ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് തെലങ്കാന രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി BN ശ്രീകൃഷ്ണ കമ്മീഷനാണ്. ശ്രീകൃഷ്ണ കമ്മീഷൻ നിലവിൽ വന്നത് 2010 ഫെബ്രുവരി 3 ശ്രീകൃഷ്ണ കമ്മീഷൻ നിലവിൽ വന്നത് 2010 ഫെബ്രുവരി 3 ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2010 ഡിസംബർ 30 ശ്രീകൃഷ്ണ കമ്മീഷൻ നിലവിൽ വന്നത് 2010 ഫെബ്രുവരി 3 ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2010 ഡിസംബർ 30 അധ്യക്ഷൻ ജസ്റ്റിസ് BN കൃഷ്ണയാണ്. തെലങ്കാനയുടെ രൂപീകരണത്തോടെ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ഹൈദരാബാദ് പിന്നീട് അമരാവതി ആയി. 2019 പുനഃസംഘടനയ്ക്ക് ശേഷം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 2019 പുനഃസംഘടനയ്ക്ക് ശേഷം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം ശരിയായ 8. 2019 പുനഃസംഘടനയ്ക്ക് ശേഷം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം 2019 ഒക്ടോബർ 31 മുതൽ പ്രാബല്യത്തിൽ വന്നു. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം 2019 ഒക്ടോബർ 31 മുതൽ പ്രാബല്യത്തിൽ വന്നു. ജമ്മു കാശ്മീരിൻ്റെ പുനഃസംഘടനാ നിയമം 2019 ഒക്ടോബർ 31 മുതൽ പ്രാബല്യത്തിൽ വന്നു. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. ജമ്മു കാശ്മീർ നിയമസഭയുള്ള യൂണിയൻ ടെറിട്ടറി, ലഡാക്ക് നിയമസഭയില്ലാത്ത യൂണിയൻ ടെറിട്ടറി. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. ജമ്മു കാശ്മീർ നിയമസഭയുള്ള യൂണിയൻ ടെറിട്ടറി, ലഡാക്ക് നിയമസഭയില്ലാത്ത യൂണിയൻ ടെറിട്ടറി. ദാദ്ര ഹവേലി ആൻഡ് ദാമൻ ദിയു ലയനം 2020 ജനുവരി 26 മുതലാണ്. ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു ലയനം 2020 ജനുവരി 26 മുതലാണ്. ദാദ്ര നഗർ ഹവേലി പ്ലസ് ദാമൻ ദിയു ഒറ്റ കേന്ദ്രഭരണ പ്രദേശമായി മാറി. 2020 ജനുവരി 26 ദാദ്ര ഹവേലി പ്ലസ് ദാമൻ ദിയു ഒറ്റ കേന്ദ്രഭരണ പ്രദേശമായി 2020 ജനുവരി 26 2020 ജനുവരി 26 ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയുവും ഒറ്റ കേന്ദ്രഭരണ പ്രദേശമായി. ഇതോടെ യൂണിയൻ ടെറിട്ടറികളുടെ എണ്ണം 9 നിന്ന് 8 കുറഞ്ഞു. ഇപ്പോഴത്തെ 8 യൂണിയൻ ടെറിട്ടറികൾ ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ, ലഡാക്ക്, ചണ്ഡീഗഡ്, അന്തമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു ആയി. ഇപ്പോഴത്തെ 8 യൂണിയൻ ടെറിട്ടറികൾ ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ, ലഡാക്ക്, ചണ്ഡീഗഡ്, അന്തമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു ആയി. 2019 പുനഃസംഘടനയ്ക്ക് ശേഷം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം 2019 ഒക്ടോബർ 31 മുതലായിരുന്നു പ്രാബല്യത്തിൽ വന്നത്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം 2019 ഒക്ടോബർ 31 മുതലാണ്. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. ജമ്മു കാശ്മീർ നിയമസഭയുള്ള യൂണിയൻ ടെറിട്ടറി, ലഡാക്ക് നിയമസഭയില്ലാത്ത യൂണിയൻ ടെറിട്ടറി. ദാദ്ര ഹവേലി ആൻഡ് ദാമൻ ദിയു ലയനം 2020 ജനുവരി 26 മുതലായിരുന്നു. ദാദ്ര ഹവേലി ആൻഡ് ദാമൻ ദിയു ഒറ്റ കേന്ദ്രഭരണ പ്രദേശമായി. ഇതോടെ യൂണിയൻ ടെറിട്ടറികളുടെ എണ്ണം 9 നിന്ന് 8 കുറഞ്ഞു. ഇപ്പോഴത്തെ 8 യൂണിയൻ ടെറിട്ടറികൾ ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ, ലഡാക്ക്, ചണ്ഡീഗഡ്,
ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ദാദർ നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി വിഭജനവും അഭയാർത്ഥി പ്രവാഹവും ആയിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി വിഭജനവും അഭയാർത്ഥി പ്രവാഹവും. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ തയ്യാറാക്കിയ കരാർ ഏത്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ തയ്യാറാക്കിയ കരാർ ലയന കരാർ, ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ തയ്യാറാക്കിയ കരാർ ലയന കരാർ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ. തയ്യാറാക്കിയത് സർദാർ പട്ടേലും വി പി മേനോനും ചേർന്നാണ്. ലയന കരാർ തയ്യാറാക്കിയത് സർദാർ പട്ടേലും വി പി മേനോനും ചേർന്നാണ്. ലയന കരാർ തയ്യാറാക്കിയത് സർദാർ പട്ടേലും വി പി മേനോനും ചേർന്നാണ്. ഇതിൽ ഒപ്പിട്ടതോടെ രാജ്യങ്ങൾ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നീ 3 വിഷയങ്ങൾ ഇന്ത്യൻ യൂണിയന് വിട്ടുകൊടുത്തു. ഇതിൽ ഒപ്പിട്ടതോടെ രാജ്യങ്ങൾ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നീ 3 വിഷയങ്ങൾ ഇന്ത്യൻ യൂണിയന് വിട്ടുകൊടുത്തു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ തയ്യാറാക്കിയ കരാർ ലയന കരാർ തയ്യാറാക്കിയത് സർദാർ പട്ടേലും വി പി മേനോനും ചേർന്നാണ്. ലയന കരാർ പ്രകാരം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് വിട്ടു നൽകിയ വകുപ്പുകൾ. ശരിയായ ഉത്തരം പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യയിൽ ചേരാൻ വിസമ്മതിച്ച 3 നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെ? സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യയിൽ ചേരാൻ വിസമ്മതിച്ച 3 നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെ? ശരിയായ ഉത്തരം ജുനാഗഡ്, ഹൈദരാബാദ്, കാശ്മീർ. സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യയിൽ ചേരാൻ വിസമ്മതിച്ച 3 നാട്ടുരാജ്യങ്ങൾ ജുനാഗഡ്, ഹൈദരാബാദ്, കാശ്മീർ. ജുനാഗഡ്, ഹൈദരാബാദ്, കാശ്മീറാണ്. ജുനാഗഡ്, ഹൈദരാബാദ്, കാശ്മീറാണ് സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യയിൽ ചേരാൻ വിസമ്മതിച്ച 3 നാട്ടുരാജ്യങ്ങൾ. ജുനാഗഡിന്റെ നവാബ് 1948 പാകിസ്ഥാനിൽ ചേരാൻ തീരുമാനിച്ചു. ജനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഹിതപരിശോധനയിലൂടെ ഇന്ത്യയിൽ ലയിപ്പിച്ചു. ഹിതപരിശോധനയിലൂടെ ഇന്ത്യയിൽ ജുനാഗഡിനെ 1948 ലയിപ്പിച്ചു. ഹൈദരാബാദ് നൈസാം സ്വതന്ത്രമായി നിൽക്കാൻ ശ്രമിച്ചു. ഓപ്പറേഷൻ പോള വഴി ഇന്ത്യൻ സൈന്യം ലയിപ്പിച്ചു. ഓപ്പറേഷൻ പോള വഴിയാണ് ഹൈദരാബാദിനെ ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചത്. ഓപ്പറേഷൻ പോള വഴിയാണ് ഇന്ത്യൻ സൈന്യം ഹൈദരാബാദിനെ ലയിപ്പിച്ചത്. എല്ലാ 565 നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിൽ ചേർന്നത് ലയന കരാർ വഴി തന്നെയാണ്. എന്നാൽ കാശ്മീർ ഏറ്റവും പ്രശസ്തമായത് രാജാവ് ഹരിസിംഗ് ആദ്യം സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചു. പാകിസ്ഥാൻ പിന്തുണയുള്ള ഗോത്രവർഗ ആക്രമണം വന്നപ്പോൾ 1947 ഒക്ടോബർ 26 ഹരിസിംഗ് ലയന കരാറിൽ ഒപ്പിട്ടു. ഒക്ടോബർ 27 ഇന്ത്യൻ സൈന്യം കാശ്മീരിലെത്തി. സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യയിൽ ചേരാൻ വിസമ്മതിച്ച 3 നാട്ടുരാജ്യങ്ങൾ ജുനാഗഡ്, ഹൈദരാബാദ്, കാശ്മീർ ആയിരുന്നു. ജുനാഗഡ്, ഹൈദരാബാദ്, കാശ്മീർ. ജുനാഗഡ് 1948 ഇന്ത്യയുമായി ലയിച്ചു. ജുനാഗഡിന്റെ രാജാവ് നവാബ് പാകിസ്ഥാനിൽ ചേരാൻ തീരുമാനിച്ചു. ജനങ്ങൾ ഇന്ത്യയിൽ നിൽക്കാനും തീരുമാനിച്ചു. ഇത് പരിശോധനയിലൂടെ ജുനാഗഡിനെ 1948 ലഭിച്ചു. ഹൈദരാബാദ് നൈസാമിന്റെ നേതൃത്വപ്രകാരം നാട്ടുരാജ്യമായി സ്വതന്ത്രമായി നിൽക്കാൻ ശ്രമിച്ചു. സർദാർ പട്ടേലിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ പോള വഴി ഇന്ത്യൻ സൈന്യം ലയിപ്പിച്ചു. സർദാർ പട്ടേലിന്റെ നേതൃത്വം വഴി ഓപ്പറേഷൻ പോള വഴി ഇന്ത്യൻ സൈന്യം ഹൈദരാബാദിനെ ഇന്ത്യയിൽ ലയിപ്പിച്ചു. കാശ്മീർ 1947 ഒക്ടോബർ 26 ഇന്ത്യയിൽ ലയിച്ചത്. രാജാവ് ഹരിസിംഗ് സ്വതന്ത്രമായി നിൽക്കാൻ ശ്രമിച്ചു. പാകിസ്ഥാൻ ആക്രമണത്തെ ഭയന്ന് ഇന്ത്യയുമായി ലയന കരാറിൽ ഒപ്പിട്ടു. കാശ്മീർ രാജാവായ രാജാ ഹരിസിംഗ് സ്വതന്ത്രമായി നിൽക്കാൻ ശ്രമിച്ചു. പാകിസ്ഥാൻ ആക്രമണം ഭയന്ന് ഇന്ത്യയുമായി ലയന കരാറിൽ ഒപ്പിട്ടു. ഇന്ത്യൻ സൈന്യം രക്ഷക്കെത്തി. എല്ലാ 565 നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിൽ ചേർന്നത് ലയന കരാർ വഴി തന്നെയാണ്. 1947 ലയന കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയിൽ ചേർന്ന നാട്ടുരാജ്യം കാശ്മീറാണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഈ വീഡിയോ ആവർത്തിച്ച് കേൾക്കുക, പഠിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.